ഇപ്പോഴത്തെ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, കറണ്ട് സിറ്റുവേഷൻസ് ഇതൊക്കെയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. ഓഫ് കോഴ്സ് സെപ്പറേഷൻ സ്റ്റേജിലാണ്, ഇതിൽ കാണാം. സെപ്പറേഷൻ സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അവരുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളടുത്ത് ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവ് അല്ലെങ്കിൽ പാഷൻ, അഫെക്ഷൻ, അട്രാക്ഷൻ ഇതൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻസോ പൂജകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയറുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു എന്തോ തരത്തിലുള്ളൊരു അട്രാക്ഷൻ നിങ്ങളെടുത്ത് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ മെമ്മറീസും ആളുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ട് ഫീലിങ്സ് ആണ്. വളരെ അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആ വ്യക്തിക്ക് എന്നുള്ളത് പിരിഞ്ഞിരുന്നപ്പോൾ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക, പലപ്പോഴും നിങ്ങളുടെ മുമ്പ് ഒരു സെപ്പറേഷൻ സ്റ്റേജൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സെപ്പറേഷൻ സ്റ്റേജിൽ വലുതായിട്ട് തന്നെ അവർക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു ചേഞ്ചസ് അല്ലെങ്കിൽ വല്ലാത്തൊരു അട്രാക്ഷൻ നിങ്ങളെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളൊരു സത്യം അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങുന്നതെന്നാണ് കാണുന്നത്. സമ്മൺ ലൈക്സ് യു, റൊമാൻസ് ഈസ് ബ്ലൂമിങ്, അതാണ് ഏറ്റവും കാണുന്നത്. പറയുകയാണെങ്കിൽ കുറച്ച് എന്താ പറയുക, ശാരീരികമായിട്ടുള്ള അത്തരത്തിലുള്ളൊരു ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ട് നിങ്ങളെടുത്ത് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത്രമാത്രം എന്തോ മേ ബി നിങ്ങൾ എന്തെങ്കിലും ചെയ്തത്, എന്തെങ്കിലും അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ പ്രയറുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുമാത്രമല്ല ഇത്രയും നാളും ഒരുപാട് എന്തുകൊണ്ട് ഹേർട്ട് ബ്രേക്ക് പെയിൻ എന്നാണ് സെപ്പറേഷൻ, ഡിസെപ്ഷൻ, ഷോക്കിംഗ്, അറ്റാക്ക്. നിങ്ങളുമായിട്ടുള്ളൊരു സെപ്പറേഷനിൽ അവർ ഓൾമോസ്റ്റ് ഇത് എന്താ പറയുക അവസാനിച്ചതായിട്ടായിരുന്നു ആളുടെ ഒരു തോട്ട്സ്, സങ്കല്പങ്ങളൊക്കെ. അതിലൊരുപാട് ഹേർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഓക്കെ ഇത് നിർത്താം, വേണ്ട. അവർ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം. അവസാനം നിങ്ങൾ തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്താം എന്നുള്ളത്. അങ്ങനെ നിങ്ങളെ തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരിക്കണം എന്തെങ്കിലും രീതിയിലോ. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമൊന്നും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാതെ വേണ്ട, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ചിലർക്കെങ്കിലും വേണ്ട എന്ന് നിങ്ങൾ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പിന്നാലെ പോകുന്നവരായിരുന്നിരിക്കണം. പക്ഷെ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്തേക്കാണ് വേണ്ട, ഇനി പിന്നാലെ പോകണ്ട, അല്ലെങ്കിൽ വേണ്ട എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അവരെല്ലായ്പ്പോഴും അവർ വേണ്ടാന്ന് വെച്ച് പോകുമ്പോൾ നിങ്ങൾ പിന്നാലെ ചെല്ലുമായിരുന്നു. ഇപ്പോൾ നിങ്ങളെ പിന്നാലെ ചെല്ലുന്നത് അധികമായിട്ട് കാണാത്തത് കൊണ്ടൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പെയിന് അല്ലെങ്കിൽ ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട് ആൾക്ക്. അപ്പോഴാണ് ആൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ വ്യക്തിക്ക്, നിങ്ങൾ ഒരുപാട് ആൾ പിന്നാലെ നടത്തിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ ആൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് ഒരു കാർഡ് തന്നിട്ടുണ്ട്. കീപ്പ് എ പോസിറ്റീവ് മൈൻഡ് ആൻഡ് മാനിഫെസ്റ്റ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ബ്ലിസ്. അതായത് പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾ ആ കാര്യത്തെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അതുമാത്രമല്ല ഇവിടെ ഒരു ന്യൂ ലവ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. മേ ബി ഈ ഒരു പേഴ്സൻ്റെ തന്നെ ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒരു പുതിയ പേഴ്സൺ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ആൾക്ക് മനസ്സിലായി ഇനി നിങ്ങളെ ഇട്ട് വട്ടം കളിപ്പിച്ചിട്ട് കാര്യമില്ല, നിങ്ങളിനി പിന്നാലെ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് എന്താ പറയുക, നല്ലൊരു പുതിയ പേഴ്സണായിട്ട് വരാം ഇനി, അങ്ങനെയൊന്നുള്ളൊരു തോട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഫോർഗീവ് ആൻഡ് ലേണിംഗ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്സ്. പാസ്റ്റിൽ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും അതൊന്ന് റിലീസ് ചെയ്യൂ, ഫോർഗീവ് ചെയ്യൂ, അവരോട് ക്ഷമിക്കാൻ പഠിക്കൂ. എന്നിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ പഠിക്കും. അത്തരത്തിലൊരു മൈൻഡ് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും അവൾക്ക് അവരുടെ ഒരു ഇത്രയും നാളൊരു ലൂപ്പിൽ കിടന്ന് കളിക്കുകയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ബ്രേക്കപ്പ്, സെപ്പറേഷൻ, സ്റ്റോപ്പ് ദ പാറ്റേൺ, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്, അബാൻഡൻമെൻറ്റ് ഇഷ്യൂ. അതായത് അവരിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് കാണുന്നത്. ആ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ വാല്യൂ ഒരുപാട് തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്.
ഒരുപാട് ഒബ്സ്റ്റിക്കിൾസ്, എന്താ പറയുക, അവർ സ്വയം പ്രിപ്പയർ ചെയ്യുകയാണ് ഒരു യൂണിയന് വേണ്ടിയിട്ട്. മേ ബി നിങ്ങൾക്ക് ഈ അധികം വൈകാതെ തന്നെ ഒരു കോളോ കാര്യങ്ങളൊക്കെ വരാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് ഡയറക്റ്റ് വന്നിട്ട് മിണ്ടാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ ഒരു കോളൊക്കെ വരാം. ഓക്കെ, ഇവിടെ കുറേ പേർക്ക് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളൊന്ന് സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടാവുക. പക്ഷേ തേർഡ് പാർട്ടി അവിടെ സ്റ്റേബിൾ അല്ലായിരുന്നു. ആ തേർഡ് പാർട്ടിയുടെ കാര്യം നോക്കി ഓൾറെഡി പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വാല്യൂ ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ഉതകുന്ന സംഭവങ്ങളാണ് ഇവിടെ ഇനി ഉണ്ടാവാനായിട്ട് പോകുന്നത് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ. അല്ലെങ്കിൽ ഓൾറെഡി പോയിട്ടുണ്ടെന്നാണ് ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഓൾറെഡി തേർഡ് പാർട്ടി സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവിടെ പോയിട്ടുണ്ട്, അവർ ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം നിങ്ങളെ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു ഗിൽറ്റി ഫീലിങ്സും ഉണ്ട്. ഗിൽറ്റി എന്ന് വെച്ചാൽ ഒരു മാനസിക ഒരു കുറ്റബോധം. കാരണം അവർ ചെയ്ത തെറ്റുകൊണ്ടാണ് എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. കുറേ പേർക്കെങ്കിലും ടിൻ ഫ്ലെയിം ജേണിയിലാണ് ഉള്ളതെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ അറിയാതെ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നതും കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ്, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അപ്ഡേറ്റ് എന്താണെന്നൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളും തിരിച്ച് അങ്ങോട്ട് നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ സ്റ്റോറീസ്, എന്തെങ്കിലും കാര്യങ്ങൾ, ഫോട്ടോസൊക്കെ പുതിയതിടുന്നുണ്ടോ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നിങ്ങളും നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ പേർക്കെങ്കിലും പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സർപ്രൈസ് ആയിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വീണ്ടും നിങ്ങളുടെ ഇതിലേക്ക് വരാൻ പോകുന്നത്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ആളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സെപ്പറേഷൻ സ്റ്റേജ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ടൈം വേണം. ആ ഒരു ഗിൽറ്റി ഫീലിങ്സ് എല്ലാം മാറാനായിട്ട് കുറച്ച് ടൈം വേണം. ഒരു കാലചക്രം എൻഡാവട്ടെ, അല്ലെങ്കിൽ ടേക്സ് ടൈം, ഒരു സൈക്കിൾ, കാര്യങ്ങളൊക്കെ ഒന്ന് ഹീലാവാനായിട്ട് കുറച്ച് ടൈം വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. കുറേ പേർക്കെങ്കിലും ആൾ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളെ എന്തെങ്കിലും വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറയും. കാരണം മീറ്റിംഗ് ആൻഡ് കോൺവെർസേഷൻ, അങ്ങനത്തെ ഒരു മൊമെൻറ്റ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും ആ ഒരു പേഴ്സണ് ഒരുപാട് എന്താ പറയുക, ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ എത്രമാത്രം അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു എന്ന് ആൾ മനസ്സിലാക്കുന്ന, അതാണ് അയാളുടെ തോട്ട്സ്. മെയിനായിട്ട് ആ ഒരു തോട്ട്സാണ് ഇവിടെ മെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തോട്ട്സ് ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് ഫീല് അവർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആളെ സ്വപ്നത്തിൽ കാണുകയോ, അല്ലെങ്കിൽ അവരുടെ പേരുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുകയോ, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന പെർഫ്യൂം, അവരുടെ ഒരു മണം ഉണ്ടാവില്ലേ, ആ ഒരു സ്മെല്ലൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് കിട്ടുകയോ, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, അങ്ങനെ ഒരു സംഭവം അതൊക്കെ നിങ്ങൾക്ക് മേ ബി കിട്ടുന്നുണ്ടായിരിക്കും. അതിനർത്ഥം ആ ഒരു പേഴ്സൺ അവിടെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, തോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്.